ഹലോ ഫ്രണ്ട്സ്, അവിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥ ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു മൂവിയുടെ കഥ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1980കളുടെ കാലഘട്ടം, അതിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട, ലോകം മുഴുവൻ വളരെ അത്ഭുതത്തോടെ വീക്ഷിച്ച എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ. ഇതാണ് ഞങ്ങൾ ഇത്തവണ പറയാൻ ശ്രമിക്കുന്നത്. ഈ സർവൈവൽ ത്രില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയും കുടുങ്ങിപ്പോകുന്ന മനുഷ്യരെ കുറിച്ചാണ്. ഒരു പുഴയുടെ നടുക്കായിക്കോട്ടെ, കടലിനകത്തായിക്കോട്ടെ, ദ്വീപുകൾക്കകത്തായിക്കോട്ടെ, ഗുഹകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വനങ്ങളിലായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ കുടുങ്ങിപ്പോകുന്ന ഒത്തിരിയേറെ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇത് അത്തരം സിനിമകൾക്ക് നോവലുകൾക്ക് ആസ്പദമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതകഥയാണ്. അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞോളൂ. അയാളുടെ കൂടുതൽ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആളുടെ പേര് യോസി ഗിൻസ്ബർഗ്. ഇയാൾ ജോസഫ് ഗിൻസ്ബർഗാണ് ഫുൾ നെയിം. പുള്ളി ഒരു ഇസ്രായേലി നാവികനായിരുന്നു. ഇസ്രായേലി നേവിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അയാൾ അതിനുശേഷം ഒരു 20കളുടെ കാലം, അയാളുടെ 20കളുടെ പ്രായത്തിൽ അയാൾ നേവിയിൽ നിന്ന് വെളിയിൽ വന്നു. അയാളുടെ അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹെൻറി ചാരിയർ എന്ന് പറഞ്ഞൊരു പുള്ളി എഴുതിയ പാപ്പിലോൺ എന്നൊരു ബുക്ക്. പാപ്പിലോൺ എന്ന ബുക്കിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ദുരൂഹമായിട്ട് നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങളിൽ, വളരെ വളരെ ദൂരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യൻ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ കിടക്കുന്ന ഗോത്രവർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ആദിവാസികളുണ്ട്. അങ്ങനത്തെ ഗോത്രവർഗ്ഗങ്ങളെ കണ്ടെത്തി പുറംലോകമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ബുക്കിൽ നിന്ന് അയാൾക്കുണ്ടായ പ്രചോദനം. അപ്പോൾ ഈ പ്രചോദനത്തിൻ്റെ ഫലമായിട്ട് പുള്ളി ഹെൻറി ചാരിയറെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. എങ്ങനെയെങ്കിലും നാളെ ഒരു സമയത്ത് ഒരു കാലത്ത് അയാളെ മീറ്റ് ചെയ്യണം, അയാളുടെ അനുഗ്രഹങ്ങൾ നേടണം, എന്നിട്ട് ഇങ്ങനൊരു പ്രൊജക്റ്റിനകത്ത് ഇറങ്ങണം, അങ്ങനെ ലോകം മൊത്തം പേരെടുക്കണം. ഇതായിരുന്നു യോസി ഗിൻസ്ബർഗിൻ്റെ ആഗ്രഹം. ഇത് ആദ്യമായിട്ട് തെക്കേ അമേരിക്കയിൽ യാത്ര ചെയ്യാനായിട്ട്, ഇസ്രായേലിൽ നിന്ന് തെക്കേ അമേരിക്കയിലോട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. ഇയാൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ഇയാൾക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ഒത്തിരിയേറെ ചെറിയ പണികൾ ചെയ്ത്, തട്ടിക്കൂട്ടി ജോലികൾ ചെയ്ത് ഒത്തിരിയേറെ ഇയാൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി. ഇയാൾ എന്നിട്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷേ പ്രോബ്ലം, ഇയാൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഇയാളുടെ ഗുരുവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞു. ഇയാളുടെ ആദ്യത്തെ വഴി അവിടെ അടഞ്ഞു. എന്നിട്ട് ഇയാൾ നിരാശനാകുന്നില്ല. ഇയാൾ ബൊളീവിയൻ കാടുകളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം ഇതിന് അന്ന് പുള്ളി ആ ഒരു ഐഡിയ മാറ്റാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒത്തിരിയേറെ NGOs 80കളുടെ കാലഘട്ടത്തിൽ ലോകം മൊത്തം ശാന്തമായി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം ശാന്തമായി. ഒത്തിരിയേറെ സമയം കിട്ടിയ ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് പൈസ മുടക്കാനും, ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാനും, മറ്റുള്ള ഗ്രഹങ്ങൾ കണ്ടെത്താനും, റിസർച്ചുകൾക്കൊക്കെ ഒത്തിരിയേറെ പൈസ കിട്ടിയ കാലമായിരുന്നു. കൂടുതൽ ആളുകൾ ഇത്തരം പ്രൊജക്റ്റുകളിലേക്ക് വരുമ്പോഴത്തേനും ഇതിനകത്തെ പ്രശസ്തിയുടെയും പണത്തിൻ്റെ ലെവൽ കുറയും. സ്പോൺസർ ചെയ്യാനുള്ള ആൾ കുറയും. ഓട്ടോമാറ്റിക്കലി സ്പോൺസേഴ്സ് ഒന്നും ഇല്ല. ഇയാൾ തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം, ഇയാൾ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നൊരു നില വന്നു. അയാൾ തീരുമാനിച്ചു, ഓക്കെ, ബൊളീവിയൻ കാടുകൾ, അതായത് ആമസോൺ മഴക്കാടുകൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആമസോൺ മഴക്കാടുകളിലേക്ക് യാത്ര ചെയ്യുക, അവിടെയുള്ള ഗോത്രങ്ങളെ കണ്ടെത്തുക. അവിടെ ഉറപ്പായിട്ടും ഇങ്ങനെ സെൻറ്റിനൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ നരഭോജികളും അങ്ങനെയൊക്കെ സിനിമകൾക്കകത്തും ചരിത്രത്തിനകത്തൊക്കെ ഒത്തിരി പേര് യാത്ര ചെയ്തും പറഞ്ഞും കേട്ടുള്ള കഥകളുണ്ട്. പുള്ളി വിചാരിച്ചു, ഓക്കെ, അങ്ങനെ എവിടെയും പോവാം, അങ്ങനെ ആരെയും കണ്ടെത്താം, എന്നിട്ട് ആ ഗ്രാമത്തെ സഹായിക്കാം. ഇതായിരുന്നു പുള്ളിയുടെ ഐഡിയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലി ആയിട്ട് തോന്നും, പക്ഷേ അന്നത്തെ കാലത്ത് ഒരു വലിയ ഈ സ്വർണ്ണവേട്ട എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വലിയ സംഭവമായിരുന്നത്. എൽഡോറ സ്വർണ്ണഖനികളിലൊക്കെ കേട്ടിട്ട് സ്വർണ്ണം കണ്ടെത്താൻ പോയി നഷ്ടപ്പെട്ടു പോയി മരിക്കുകയും ചെയ്ത് ഒത്തിരിയേറെ കഥകൾ അമേരിക്കൻ ചരിത്രത്തിലുണ്ട്. അതുപോലത്തെ വേറൊരു സംഭവമായിരുന്നു ഈ ആമസോൺ മഴക്കാടുകൾക്കകത്തെ ഗോത്രവർഗ്ഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ടും ഇയാൾ പണം ലാഭിക്കാൻ വേണ്ടി ഈ പുള്ളി ഒത്തിരിയേറെ വഴിക്ക് കറങ്ങി തിരിഞ്ഞ് അവസാനം വെനിസ്വേലയിൽ നിന്ന് കൊളംബിയയിലോട്ട് ഹിറ്റ്ചേക്ക് ചെയ്തു. അതായത് ലിഫ്റ്റ് വാങ്ങിച്ച് യാത്ര ചെയ്തു. അത്തരം ഒരു യാത്രക്കിടയിലാണ് ഇയാൾ ഒരു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള അധ്യാപനായിട്ടുള്ള മാർക്കസ് ടാമിനെ കണ്ടെത്തുന്നത്. ഏതാണ്ട് സെയിം ഐഡിയ, പുള്ളിക്കും ഏതാണ്ട് ഒരേ ഐഡിയ തന്നെയാണ്. യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം, അഡ്വഞ്ചേഴ്സ് യാത്രകൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും ഒരുമിച്ച് പോകാം. അങ്ങനെ ഇവർ ബൊളീവിയയിലെ ലാപാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് ഇവരൊരു അമേരിക്കൻ ഫോട്ടോഗ്രാഫർ, ആളുടെ പേര് കെവിൻ ഗെയിൽ. ഇയാളെന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്നാണ് ആഗ്രഹം. പ്രശ്നം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, വനത്തിനകത്ത് പോയി ഫോട്ടോ എടുക്കണം. വനത്തിനകത്ത് പോകണം നൽകിയ കൂട്ട് വേണം. ഇയാൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. അന്നേരമാണ് ഈ രണ്ടാവന്മാർ കയറി വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടും ഈ പുള്ളി അവരുടെ കൂടെ ചേർന്നു. ഈ 3 പേരോടെ കൂടി കണ്ടുമുട്ടുന്ന വേറൊരു ടീമാണ്, ഒരു ജിയോളജിസ്റ്റാണ്. പുള്ളിയുടെ പേര് വളരെ വെറൈറ്റിയാണ്. കാൾ റോപ്റ്റർ എന്നാണ് പറയുന്നത്. കാൾ റോപ്റ്റർ. ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു ജിയോളജിസ്റ്റാണ്. ഇയാൾ പറയുന്നത് ഇയാളുടെ ഒരു പ്ലാനുണ്ട്, ഇയാൾക്കൊരു മാപ്പുണ്ട്. പക്ഷെ കൂടാൻ ആളില്ല. ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൂടാൻ ആളെ തപ്പി നടക്കുമായിരുന്നു. ഇയാൾ ഒരു ബാറി വെച്ചോ അങ്ങനത്തെ ഒരു കുടിസ്ഥലത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടുന്നത്. ഇയാളുടെ പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ അവതരിപ്പിക്കുന്നു. ഒരിടത്തൊരു സ്വർണ്ണ ശേഖരം ഇരിപ്പുണ്ട്. ആമസോൺ മഴക്കാടുകൾക്കകത്തൊരിടത്തൊരു സ്വർണ്ണ ശേഖരം ഇരിപ്പുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി കൂടെ പോകാൻ ഇവരെയും കൂടെ കൂട്ടത്തിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ നായകൻ യോസി ഗിൻസ്ബർഗിൻ്റെ ആഗ്രഹം തന്നെ ആമസോൺ മഴക്കാടുകളിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ളതാണ്. അയാളുടെ ലക്ഷ്യവും സാധിക്കും. അതായത് എല്ലാവരുടെയും ലക്ഷ്യം സാധിക്കും. നെയ്യപ്പം തിന്നാം,
തലേ എണ്ണയും തേക്കാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എല്ലാവരും എത്തി. ഓട്ടോമാറ്റിക്കായിട്ടും ഈ പറഞ്ഞ എല്ലാവരും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ വെറുതെ കിട്ടുകയല്ലോ സ്വർണം. അന്നത്തെ കാലത്ത് സ്വർണ്ണവേട്ട അല്ലെങ്കിൽ സ്വർണ്ണശേഖരം, നിധിശേഖരം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. കാരണം ഇന്നത്തെ പോലല്ല എവിടെയോ കേൾക്കുന്ന ഒരു ദേവതക്കഥയല്ലത്. കാരണം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒത്തിരി ഇടത്ത് നിധികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാടിനിടയ്ക്ക് കുഴിച്ചിട്ട ഒത്തിരിയേറെ ശേഖരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു പോയി. ശരിക്കും ഇത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ 4 പേരുടെ കൂടി യാത്ര ചെയ്യുന്നു. പിന്നെ വേറൊരു പ്രത്യേകത പറയുന്നത് ഇയാൾ ജിയോളജിസ്റ്റാണ്. അതിൽ ഇവർക്ക് മറ്റു 3 പേർക്കും ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം ഞങ്ങൾക്ക് വനങ്ങൾ അറിയത്തില്ല, വനത്തിൻ്റെ സർവൈവൽ മെത്തേഡൊന്നും അറിയത്തില്ല. പക്ഷേ ഇയാൾക്ക് അതറിയാം. ഇയാളൊരു ജിയോളജിസ്റ്റാണ്. ഇയാൾക്ക് വനം അറിയാം, മണ്ണറിയാം, മരങ്ങളറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലത്തെ ഒരാൾ സഹായത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തോ അക്കംപ്ലിഷ് ചെയ്യാവുന്ന ഒരു ധാരണ വന്നു. 22-കാരനായ ഗിൻസ്ബർഗും സുഹൃത്തുക്കളും കൂടി വിമാനത്തിൽ ഈ പറഞ്ഞ പുള്ളിയെ അവിടെ പോയി മീറ്റ് ചെയ്യാൻ പറ്റില്ല. ലാ പാസിലെ അപ്പോളോയിലേക്ക് വേണ്ടിയിരുന്നു. അയാൾ വേറൊരു വഴിക്കാണ് യാത്ര ചെയ്തത്. എല്ലാവരും അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അവിടെ നിന്ന് തുയിച്ചി ആൻഡ് അസറിയാമസ് എന്നീ 2 നദികളുടെ സംഗമ സ്ഥാനത്തുള്ള ഒരു ഗ്രാമത്തിലാണ് എത്തും എന്നാണ് ഇയാൾ പറയുന്നത്. അസറിയാമസ് എന്നുള്ള ഗ്രാമത്തിലേക്ക് അവിടുന്ന് യാത്ര ചെയ്തു. അപ്പോൾ ഇയാളാണല്ലോ ഉസ്താദ്, ഇയാളാണ് കഥകൾ പറയുന്ന മുഴുവൻ, മാപ്പുകൾ പറയുന്ന മൊത്തം ഇയാളാണ്. ഇയാൾ പറയുന്നത് അവിടുന്ന് ഈ പറയുന്നൊരു പർട്ടിക്കുലർ വഴിയിലൂടെ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ഗ്രാമത്തിലെത്താം. ഒരു ഉൾനാടൻ ഭയങ്കര അപരിഷ്കൃതമായിട്ടുള്ള നരഭോജികളെപ്പോലെ തന്നെ ജീവിക്കുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരാൻ കഴിയും. അവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള വഴി തീരുമാനിക്കാം. കാരണം അവിടെ നിന്നാണ് അയാൾക്ക് വഴി കണ്ടുപിടിക്കേണ്ടത്. ഇത് പറഞ്ഞാണ് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത്. കാളിൻ്റെ കഥകളെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം അവർക്കില്ലല്ലോ. അപ്പോൾ കാളിൻ്റെ കഥകളെ അനുസരിച്ചുകൊണ്ട് ഇവർ അസറിയാമസ് നദിയിലൂടെയും അതിനുശേഷം പർവ്വത പ്രദേശങ്ങളിലൂടെ ഇവർ യാത്ര തുടങ്ങി. ഏതാണ്ട് എത്തേണ്ട ലക്ഷ്യം പറയുന്നത് ഈ പറഞ്ഞ ഗ്രാമമാണ്, ഈ പ്രാകൃതമായ ഗ്രാമമാണ്. ദിവസങ്ങളോടെ യാത്ര ചെയ്തു, അത് ആഴ്ചകളായി. പക്ഷേ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ടും ഇവർ ഈ പറയുന്ന ഒരു ഗ്രാമം ഉള്ളതിൽ ഒരു ലക്ഷണവും ഇവർ പർവ്വതങ്ങളിൽ മുകളിൽ നിന്നോ വാലികൾ കാത്തുനിന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഡൗട്ടുണ്ട്. പക്ഷേ കാളിന് മാത്രം ഒരു ഡൗട്ടും ഇല്ല. പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ പുള്ളിയോടെ വന്നിട്ടുമില്ല. ആഴ്ചകൾക്ക് ശേഷത്തെ യാത്രയ്ക്കകത്ത് അവസാനം എല്ലാവരോടും കൂടി തീരുമാനിക്കുന്നത് ഇനി വയ്യ, കയ്യിലുള്ളതെല്ലാം തീർന്നു. അവസാനം ഇപ്പം കുരങ്ങന്മാരെയൊക്കെയാണ് പിന്നെ വെടിവെച്ചും അമ്പ് ചെയ്തൊക്കെ ഇട്ടിട്ട് കുരങ്ങന്മാരുടെ ഇറച്ചി തിന്നുന്നൊരു ഗതികേടിലൂടെ എത്തി. അത് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള മനുഷ്യൻ ഒരിക്കലും താങ്ങാൻ പറ്റുന്നൊരു വസ്തുവല്ലായിരുന്നു. ഈ സ്കെയിലിൽ താങ്ങാൻ പറ്റുന്ന വസ്തുവല്ലായിരുന്നു വൈൽഡായിട്ടുള്ള മൃഗങ്ങളെ കൊന്നു തിന്നുക എന്ന് പറയുന്നത്. എന്നിട്ടും വേറെ വഴിയില്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സമയത്തിന് ശേഷം ഇവർ തീരുമാനിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് മതി, ഇനി വയ്യ, മുമ്പോട്ട് ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളല്ല ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല, നമുക്ക് തിരിച്ചു പോകാം. ആയിക്കോട്ടെ, അങ്ങനെ കാളും സമ്മതിക്കുന്നു, നമുക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കുന്നു. ബേസിക്കലി ഈ പറഞ്ഞ എല്ലാവരുടെയും ആദ്യത്തെ ഓരോരോ ലക്ഷ്യങ്ങൾക്ക് ശേഷം അവിടുന്ന് സ്വർണ്ണത്തോടുള്ള കൊതിയായി മാറിയായിരുന്നു. കാരണം ഒരു നിധി കൈ വന്നു കഴിഞ്ഞാൽ ജീവിതം അടിമുടി മാറിപ്പോയി. അപ്പോൾ ഈ സ്വർണ്ണത്തിനോടുള്ള കൊതിയും കൊണ്ട് ഇവിടം വരെ അവർ സസ്റ്റെയിൻ ചെയ്ത് നിന്നത്. പക്ഷേ ഇനി വയ്യാത്തൊരവസ്ഥയിൽ ചെന്ന് കയറി. അപ്പം അസറിയാമസിൽ അവർ തിരിച്ചെത്തി. അവിടുന്ന് വന്ന വഴി വീണ്ടും തിരിച്ചു വന്നു. ആ ഗ്രാമത്തിൽ അവർ തിരിച്ചു വന്നു. തിരിച്ചെത്തി കഴിച്ചും കാളുടനെ പുതിയ പദ്ധതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മളിനിയും വീണ്ടും ആഴ്ചകളോളം നടന്ന് നമുക്ക് നാട്ടിൽ തിരിച്ചെത്തുന്നതിനേക്കാളും ഭേദമാണ് ഈ തുയിച്ചി നദിയിൽ കൂടെ നമുക്കൊരു ചെങ്ങാടത്ത് യാത്ര ചെയ്യാം. ഈ നദിയുടെ അടുത്തായിട്ടല്ലേ കുറിപ്ലയ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. ഒരു ചെറിയ സ്വർണ്ണ ക്വാറിയാണത്, സ്വർണത്തിൻ്റെ ക്വാറിയാണത്. അപ്പോൾ ആ ക്വാറിയിൽ നിന്നും ആ ഖനിയുടെ അടുത്തുള്ള റുനേബക് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കും നമുക്ക് എത്താം. അവിടുന്ന് ലാപാസിലേക്ക് മടങ്ങാൻ എളുപ്പമുണ്ട്. കാരണം വാഹന സൗകര്യങ്ങളുണ്ട് അവിടുന്ന് പോകാൻ വേണ്ടി. നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഗ്രാമവാസികൾ എല്ലാവരും കൂടി സഹായിച്ചു ഒരു ചങ്ങാടം ഉണ്ടാക്കി. എല്ലാം റെഡിയായി. പുതിയ പാതയുടെ ഏതാണ്ട് തീരുമാനമായി. ഇവരവിടുന്ന് തുയിച്ചി ആൻഡ് ഇറുപ്പമ എന്ന് പറയുന്ന 2 നദികളുടെ സംഗമസ്ഥാനം വരെ ഇവരെത്തി. ഈ 4 പേരുടെ കൂടി ചങ്ങാടത്തിൽ തന്നെ എത്തി. അവിടെ വെച്ച് പെട്ടെന്ന് ഇയാൾ നിന്നനിപ്പിലൊക്കെ പ്രഖ്യാപിക്കുന്നു. ഈ കാൾ റിപ്ചർ പ്രഖ്യാപിക്കുന്നു. സാൻ പെഡ്രോ കാനിയോൺ എന്ന് പറയുന്ന സംഭവം അടുക്കുവാണ്. നിങ്ങൾ ഈ നദികളുടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ കാനിയോനിലാണ് എത്താൻ പോകുന്നത്. അവിടെ നിന്നൊരു വലിയ വെള്ളച്ചാട്ടം വരും. ആ വെള്ളച്ചാട്ടം സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല. 1. 2, നിങ്ങൾക്ക് കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. ഇത്ര നേരം ചങ്ങാടത്തിൽ വന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ പറയുന്ന ഓർക്കണം, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. 4 പേരുടെയും വിശ്വാസ്യതയായിരുന്നു അത്രയും സാഹസികമായ യാത്രയ്ക്കകത്ത് ഏറ്റവും വലിയ ബൂസ്റ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും വലിയ ജോയിനിങ് പവർ എന്ന് പറഞ്ഞത്. അതില്ലാതായി. ഓട്ടോമാറ്റിക്കായിട്ടും അവർ പല വഴിക്ക് പിരിഞ്ഞു, തർക്കങ്ങളുണ്ടായി, വഴക്കുപിടുത്തമുണ്ടായി. എന്നിട്ട് എല്ലാത്തിനും ശേഷം പൊരുത്തപ്പെടലുണ്ടായി. കാരണം ഗിൻസ്ബർഗ് തീരുമാനിച്ചു, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നിങ്ങൾ 2 പേരും ഗെയിൽസും ഗിൻസ്ബർഗും നദിയിലൂടെ റൊണേബാക്കിലേക്ക് റാഫ്റ്റിംഗ് തുടരുന്നു. അത് ചെങ്ങാടത്ത് യാത്ര ചെയ്യുന്നു. അതേസമയം റിപ്ചറും സ്റ്റാമും ഇറുപ്പമ നദി, ഈ സ്റ്റാം എന്ന് പറയുന്നത് മാർക്കസ് സ്റ്റാം, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള അധ്യാപകനായിട്ടുള്ള മനുഷ്യൻ. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ അതിഭീകര ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്ന മനുഷ്യനല്ല. ഒരു അഡ്വഞ്ചർ യാത്രയെന്ന് മാത്രമേ പുള്ളി ആഗ്രഹിച്ചുള്ളൂ. ആ മനുഷ്യനും റിപ്ചറോടെ കൂടി നടന്നു വരുന്നു. ഇരുപ്പമ നദിയിലൂടെ, നദിയുടെ സൈഡിൽ കൂടെ, നദിയുടെ ഉറവിടത്തിനടുത്തോട്ടുള്ള ഇരുപ്പമ ഗ്രാമത്തിൽ നിന്ന് നടന്നു വരാൻ, അപ്പോഴേക്ക് നടന്നു വരാണ്ട് തീരുമാനിക്കുന്നു. എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ക്രിസ്മസിന് മുമ്പ് അവർ ലാപാസിൽ വെച്ച് വീണ്ടും ഒരുമിച്ച് കൂടുന്നു.
വഴക്കുകളും പിണക്കങ്ങളൊക്കെ മറന്ന് നമ്മുടെ ഒരു നല്ല അഡ്വഞ്ചർ ജേർണി പോയി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരുമിച്ച് കൂടുന്നു എന്നുള്ള പ്ലാനിലാണ് യാത്ര തുടങ്ങുന്നത്. കാർഡ് പറഞ്ഞതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്തുന്ന വരെ കാര്യങ്ങളെല്ലാം സുഗമമായിരുന്നു. വെള്ളച്ചാട്ടത്തിന് മുകളിൽ വെച്ച് ഇവർ ഉദ്ദേശിച്ച പോലെ അവർക്ക് ചെങ്ങാടത്തിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചെങ്ങാടം കരയ്ക്ക് അടുപ്പിച്ചിട്ട് പതുക്കെ താഴെ ഇറക്കാമെന്നുള്ള ഐഡിയ ഒക്കെ ആയിരുന്നായിരിക്കാം. പക്ഷേ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ചെങ്ങാടത്തിന് നിയന്ത്രണം നഷ്ടമാകുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും ഗെയിൽസും ഗിൽസ്ബർഗും ഒരു പാനിക്കായി രണ്ട് വഴിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നടന്നില്ല. പക്ഷേ ഗെയിൽ അതിന് മുമ്പ് എടുത്ത് ചാടി. വെള്ളച്ചാട്ടം എത്തുന്നതിന് മുമ്പ് ചെങ്ങാടത്തിന് നിയന്ത്രണം പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം അയാൾ എടുത്ത് ചാടി. അയാൾ കരയിലേക്ക് നീന്തി കയറി. അപ്പം വെള്ളച്ചാട്ടത്തിന് മുകളിൽ പുള്ളി നീന്തി കയറി. പക്ഷേ ഗിൻസ്ബർഗിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചെങ്ങാടത്തോടു കൂടി പുള്ളി വെള്ളച്ചാട്ടത്തിൽ വീണു. ഓർത്തുകൊണ്ട് ചെറുപ്പക്കാരനാണ്, അവിടെ കൊണ്ട് ജീവൻ തീർന്നോർത്തു. ഒന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ചത്തില്ല. അടിപൊളി. അങ്ങനെ പുള്ളി ചെങ്ങാടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളി തിരിച്ച് വീണ്ടും വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്ത് വെച്ചാണ് നീന്തിക്കരയ്ക്ക് കയറി. ശേഷം ഇയാൾ തീരുമാനിക്കുന്നത് വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഭാഗത്ത് ഇയാളുണ്ടല്ലോ, അപ്പോൾ ഇതിന് മുകളിലോട്ട് നടക്കാം. ഇതുവഴി ഇങ്ങനെ കുറേ കറങ്ങണമായിരിക്കും, എന്നാലും മുകളിൽ എത്താൻ പറ്റുമല്ലോ. കുറച്ച് നേരം നടന്നാലും 1-2 പർവ്വതം കയറണമായിരിക്കും. എത്ര സാഹസികമായ ചിന്തയാണ് നോക്കണം. ഇയാൾ നടപ്പാരംഭിച്ചു. ഏതാണ്ട് കുറച്ച് ദിവസങ്ങളോളം ഇയാൾ അവിടുന്ന് നടന്ന് 4 ദിവസത്തോളം ഇയാൾ മുകളിലേക്ക് നടക്കാൻ ശ്രമിക്കുകയാണ്. ഗിൻസ്ബർഗിന് പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഏതാണ്ട് 3 ആഴ്ചയോളം ആമസോണിൻ്റെ ഒരു മനുഷ്യന് എത്താത്ത ഏതോ ഒരു സ്ഥലത്താണ് ഇയാൾ സംഭവം ചെലവഴിക്കുന്നത്. കാരണം പിന്നീട് ആർക്കും ട്രേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എവിടെയാണ് ഇയാളെ സംഭവം ചെലവഴിച്ച സ്ഥലമെന്ന് പോലും കണ്ടുപിടിക്കാൻ വയ്യാത്തവണ്ണം ദുരൂഹമായ സ്ഥലത്താണ് ചെലവഴിക്കുന്നത്. അയാളുടെ ജീവിതത്തിനകത്തെ എല്ലാ ദുരിതവും അവിടുന്ന് ആരംഭിക്കുന്നു. ഇയാൾ അതിനിടയ്ക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനകത്ത് അയാൾ പെട്ടു. അതിനിടയ്ക്ക് അയാൾ പലയിടത്തും ഒഴുക്കിൽപ്പെട്ടു പോയി, പലയിടത്തും കാട്ടുമൃഗങ്ങളെ ആക്രമിക്കപ്പെട്ടു. അയാളുടെ കാലഴുകിപ്പോയിട്ട് കാലിനകത്ത് ഫംഗസ് പിടിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് ഇയാളുടെ പല ഇൻഫെക്ഷൻസും കൂടിയിട്ട് ഇയാൾ പറയുന്നുണ്ട് ഇയാളുടെ കൂടെ ഒരു സ്ത്രീ ഉറങ്ങുന്നുണ്ട്, എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു സ്ത്രീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സീനിലേക്കൊക്കെ ഉണ്ടായതായിട്ട് പിന്നീടുള്ള കഥകൾക്കകത്തുണ്ട്. അങ്ങനെ ഇതെല്ലാം ഓരോരോ ഇൻഫെക്ഷൻസ് മൂത്ത് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ മോശമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡെലീരിയംസോ ഹിസ്റ്റീരിയോ ഒക്കെ ആയിരിക്കും ഇതൊക്കെ. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടെയാണ് മുമ്പോട്ട് പോയി. ഇന്നല്ലെങ്കിൽ നാളെ ഭ്രാന്ത് പിടിച്ച് താൻ ഈ കാടിൻ്റെ ഏതോ ഓരത്ത് കിടന്ന് ചാകുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതാണ് ഉണ്ടാകാൻ പോകുന്ന അയാൾ ഉറപ്പിച്ചു. അവസാനം ഇനി തന്നെ തേടി വരാനായിട്ട് ആരുമില്ല. ഏതാണ്ട് 3 ആഴ്ചയോളം കഴിഞ്ഞു. 3 ആഴ്ചയായിട്ട് നടപ്പും എടുപ്പുമായിട്ട് ഇയാൾ ലോകം മൊത്തം നടന്നിട്ട് കാട് മുഴുവൻ നടന്നിട്ട് ഒന്നും നടക്കുന്നില്ല. അവസാനം ഇനി ആരും തന്നെ തേടി വരത്തില്ല. താൻ ഇവിടെ കിടന്ന് ചാകാൻ പോകാൻ അയാൾ ഉറപ്പിച്ചു. അതേസമയം കരയിൽ നിന്ന് നീന്തി വെള്ളച്ചാട്ടത്തിന് മുകളിൽ കയറിയ ഗെയിൽ അവിടുന്ന് നേരെ നടന്നു പോയത് ഏതാണ്ടൊരു 4-5 ദിവസത്തോളം പുള്ളിക്ക് നടന്നു. പലയിടത്തായിട്ട് നടക്കുകയും കുടിയും കിടക്കുകയൊക്കെ ചെയ്യുന്ന ഇയാളെ അവസാനം ഈ വഴി വെച്ചുള്ള ഈ ആദിവാസി മുക്കുവരുണ്ട്, അവർ കണ്ടെത്തുന്നു. അവർ ഇയാളെ ജനവാസമുള്ള മേഖലയിൽ എത്തിച്ചു. ഓട്ടോമാറ്റിക്കായിട്ടും ഇയാൾ ആദ്യം ചെയ്യുന്നത് ഇയാൾ അത്യാവശ്യം ഒരു നഗര ഏരിയയിലോട് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം ഇയാൾ ആദ്യം അഭ്യർത്ഥിക്കുന്ന സഹായം ലാപ്പാസ് നഗരത്തെ തിരിച്ചു തേടി ഇയാൾ അഭ്യർത്ഥിക്കുന്ന സഹായം എൻ്റെ 3 കൂട്ടുകാരുണ്ട്, അവർ കാടിനകത്ത് കുടുങ്ങി കിടക്കുക. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഓസ്ട്രേലിയൻ ഇസ്രായേൽ കോൺസുലേറ്റുകളെ ഇയാളെ സമീപിച്ചു. എത്രയും വേഗം എനിക്ക് സഹായം എത്തിക്കണമെന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ടും പൗരന്മാർ അവരുടെ ആയതുകൊണ്ട് രാജ്യക്കാർ വളരെ പെട്ടെന്ന് ചാടി ഇറങ്ങി വളരെ തിടുക്കത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്തു. അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചു. ഈ തെരച്ചിലിനിടയ്ക്ക് തെരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പാണ് ഗെയിൽ അറിയുന്നത് തങ്ങൾക്ക് ചതി പറ്റിയെന്നുള്ളത്. കാരണം ഈ കാൾ റപ്ചർ എന്ന് പറയുന്ന ജിയോളജിസ്റ്റ് എന്ന് ഇവർ ഇവർ എടുത്തു കൊടുത്ത് ഈ രേഖാചിത്രം ഉൾപ്പെടെ അയാൾ കാണിച്ചു കൊടുക്കുമ്പം ഓസ്ട്രേലിയൻ എംബസിക്കാർ പറയുന്നത് ഇന്റർപോൾ തരുന്നൊരു കുറ്റവാളിയാണ് ഇയാൾ. ലോകത്താർക്കും പിടിതരാതിരിക്കാൻ വേണ്ടി പല കാടുകളിലും പല സ്ഥലങ്ങളിലും ഒളിച്ചു കഴിഞ്ഞൊരു കുറ്റവാളിയാണ് ഈ കാൾ റപ്ചർ. ഏതായാലും കാര്യങ്ങൾ അപകടകരമാണെന്ന് മനസ്സിലായി. പ്രദേശവാസികളോടൊക്കെ ചേർന്ന് സംയുക്തമായിട്ട് ഒരു 3 ആഴ്ചയോളം നടത്തിയ തെരച്ചിലൂടെ ഇവർ ഗിൻസ്ബർഗിനെ കണ്ടെത്തുന്നു. അയാളെ കൊണ്ട് ഇവർ ആശുപത്രിയിൽ എത്തുന്നു. അടുത്ത 3 മാസം ഇയാൾ ആശുപത്രിയിലാണ്. അടുത്ത 3 മാസം ശേഷം വെളിയിറങ്ങുന്ന ഇവരെ പിന്നെ ഇവർ തിരഞ്ഞു പോകുന്നു ഈ 2 പേരെയാണ്. എന്ത് പറ്റി സ്റ്റാമിനും ഈ പറഞ്ഞ റപ്ചറിനും. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 പേരെക്കുറിച്ച് പിന്നെ ഒരു വിവരം കിട്ടിയില്ല. ഉൾക്കാടിനകത്തേക്ക് നടന്നു പോയി എന്ന് പറയുന്ന ഈ പറഞ്ഞ ആൾക്കാരെ പിന്നെ ലോകം കണ്ടിട്ടേ ഇല്ല. പിന്നെ അവരൊരിക്കലും ഒരിടത്തും വന്നിട്ടില്ല. ലോകം മുഴുവൻ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരൊരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഗവൺമെൻറ്റിലും കൊല്ലപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവർ ആ വനത്തിനുള്ളിൽ തന്നെ കിടന്ന് മരിച്ചിരിക്കാം. ഇങ്ങനെയും സാഹസിക യാത്രകൾ അവസാനിക്കുന്നുണ്ട് എന്നറിയുക. കഥ ഇവിടെ കൊണ്ടും അവസാനിച്ചില്ല. 1981-82 കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. ഇവർ ഈ യാത്ര ചെയ്യുന്നു, ഈ അപകടങ്ങളിലെല്ലാം പെടുന്നു, തിരിച്ചെത്തുന്നു. 93-ൽ പുള്ളി ബാക്ക് ഫ്രം ടു വിച്ച് എന്നുള്ള ബുക്ക് എഴുതി, വലിയ ഹിറ്റായി. ശേഷം 92 കാലഘട്ടത്തിൽ 92-93 ഈ ബുക്ക് എഴുതുന്ന കാലഘട്ടത്തിൽ ഗിൻസ്ബർഗ് തിരിച്ച് വീണ്ടും ഇതേ സ്ഥലത്തെത്തുന്നുണ്ട്. ഇതേ ബൊളീവിയൻ കാടുകളിലെത്തുന്നു. അവിടെ സാൻജോസ് എന്നൊരു ഗോത്ര വില്ലേജ് ഇദ്ദേഹം ഏറ്റെടുത്തു. അമേരിക്കൻ NGOസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുള്ളി ആ ഗ്രാമത്തെ വികസിപ്പിച്ച് ഒത്തിരിയേറെ നവീകരണ സൗകര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു. അയാൾ എന്താഗ്രഹിച്ചു അയാൾ അവിടേക്ക് വീണ്ടും എത്തി. അയാൾ അതെല്ലാം സാധിച്ചെടുത്തു. ഇന്നും ഇയാളുടെ സ്റ്റോറി, അതായത് NGOസിൻ്റെയും സോഷ്യൽ വർക്കേഴ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇയാളുടെ ഒരു സർവൈവൽ സ്റ്റോറി, ഇയാൾ എത്തിച്ചേർന്ന ആ ഒരു പോയിൻ്റ് ഇപ്പോഴൊരു മാസ്റ്റർ പീസായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഒരാളുടെ സർവൈവ് ചെയ്യാനുള്ള ത്വരയും കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടൊരു കഥ. 1. 2, അയാളുടെ ആ ഒരു വിഷൻ കൊണ്ട് ഒത്തിരിയേറെ NGOസിനെ ഒരു വലിയ ഓപ്പണിംഗ് ലോകം മൊത്തം കിട്ടി. ഇങ്ങനൊരു സ്ഥലങ്ങളും ഇടയും
ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ലോകത്തിൽ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു സംഭവമായിരുന്നു യോസെ ഗിൻസ്ബർഗിൻ്റെ ജീവിതകഥ. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബൈറോൺ ബേ എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമാക്കി പുള്ളി പ്രവർത്തിക്കുന്നു. ആൾ ജീവനോടെ ഉണ്ട്. ഒരു ഇസ്രായേലി സാഹിത്യകാരൻ എന്ന് പറയാൻ പുള്ളിയെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഒത്തിരി ബുക്കുകളൊന്നും പുള്ളി എഴുതില്ല, പക്ഷേ പല ബുക്കുകൾ അതിനെക്കുറിച്ച് പുള്ളി കഴിഞ്ഞ് എഴുതി. യോസെ ഗിൻസ്ബർഗ് ഇന്നും ഒരു 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 മാസ്റ്റർ പീസോ ഒരു വലിയ ഹീറോയൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത ലൈഫ്, അതായത് അഡ്വഞ്ചറസ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിൽ അവരുടെ ഫോറംസിനിടയ്ക്ക് ഇപ്പോഴും യോസെ ഗിൻസ്ബർഗ് ഒരു മാസ്റ്റർ പീസ് സ്റ്റോറിയാണ്, കൈൻഡ് ഓഫ് ഫെയറി ടെയിൽ. ഇന്നും ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു, എങ്ങനെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരം കഥകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ കൂടെ കൂടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.